നമ്മുടെ ഫാം ടൂറിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒരു പുതിയ കൃഷിക്കാർക്കുള്ള ഒരു വരുമാന മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കെല്ലാം അറിയാം, ഫാം ടൂറിസം അത് ഇന്ന് പടർന്ന് പച്ച പിടിച്ചുകൊണ്ട് പല പല സ്ഥലങ്ങളിൽ ഫാമുകളിൽ ചെന്ന് ഈ നഗര തിരക്കിൽ ഇളവേറ്റിരിക്കാനുള്ള ഒരു തുരുത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. കാരണം നമുക്കെല്ലാം അറിയാം, കൂടുതൽ പേര് IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ബാംഗ്ലൂരും അതുപോലുള്ള മഹാനഗരങ്ങളിലെ തിരക്കിൽ പെട്ട് ഉഴലുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കുടുംബവുമൊത്ത് ഉല്ലസിക്കാനും ഒരു ചെറിയ ഇടവേളയെങ്കിലും അവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ട് അവരുടെ മക്കളുമായിട്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് അവരുടേതായ ഹരിത ആഭ തിളമ്പുന്ന ഒരു ചെറിയ തുരുത്തിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസം 2-3 ദിവസം ചിലവഴിക്കാനുള്ള ഒരു ആഗ്രഹം ഇന്ന് യുവാക്കൾക്കിടയിൽ മാത്രമല്ല മറ്റുള്ളവരിലും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വരുമാന മാർഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൃഷിക്കാരെ അവരുടെ ഇതുപോലുള്ള ഫാം സ്റ്റേ ആയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Airbnb തുടങ്ങിയ ടൂറിസ്റ്റ് വെബ്സൈറ്റുകൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബുക്കിംഗ് ഉണ്ടാവുകയും നമുക്ക് ആവശ്യമുള്ള ദിവസം അത് ബ്ലോക്ക് ചെയ്യാനും നമുക്ക് മറ്റ് ഗസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കാവുന്ന ദിവസങ്ങളിൽ ഗസ്റ്റുകളെ സ്വീകരിക്കാനും അവർക്ക് ആവശ്യമുള്ള അമ്യൂണിറ്റീസ് എല്ലാം ചെയ്തു കൊടുക്കാനുമുള്ള ഒരു സൗകര്യമാണ് Airbnb എന്ന ടൂറിസം വെബ്സൈറ്റ് നമുക്ക് തരുന്നത്. Airbnb എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ എയർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ തിരക്കിൽ നിന്ന് മാറി ഒരു ചെറിയ ആവാസ സ്ഥലത്തേക്ക് അവർ പറിച്ചറിയപ്പെടുന്ന അല്ലെങ്കിൽ പറിച്ചറിയാൻ ആഗ്രഹിക്കുന്നവരുള്ള ഒരു തുരുത്ത്, അതാണ് Airbnb കൺസെപ്റ്റ്. ഇപ്പം എല്ലാ നഗരങ്ങളിലും ചെറിയ നഗരങ്ങളിലും ഇപ്പം കൊടുങ്ങല്ലൂർ പോലുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് സ്കോപ്പുള്ള ഒരു മേഖലയായിട്ട് Airbnbയും അതിൻ്റെ ടൂറിസം മേഖലയും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കെന്താ അറിയാം, നമുക്ക് മുസരീസ് പ്രോജക്റ്റ് ഉണ്ട്, മുലക്കൽ ബീച്ചുണ്ട്, അതുപോലുള്ള ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വരുന്ന ടൂറിസ്റ്റുകൾക്ക് ലോഡ്ജിങ് ഫെസിലിറ്റി നമുക്ക് നമ്മുടെ നഗരത്തിൽ കുറവാണെന്നത് മാത്രമല്ല അതിനേക്കാൾ അഫോർഡബിൾ ആയിട്ടുള്ള അതിനേക്കാൾ വിശ്വസ്തമായ ഒരു താവളം അതാണ് Airbnb കൊണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും വലിയ റിസോർട്ടുകളും അതുപോലെ ഇതുപോലുള്ള മുറികളും എല്ലാം വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അതൊരു വരുമാനം. ഇപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ച് നമ്മുടെ ഹോം സ്റ്റേ കൺസെപ്റ്റിന് പകരം നമ്മൾ ഫാം സ്റ്റേയും ഹോം സ്റ്റേയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫാമിൻ്റെതായ എല്ലാ ചിട്ടവട്ടങ്ങൾക്കും ആ ഹരിത ഭംഗിയിലേക്കും അവരുടെ ആക്ടിവിറ്റീസിലേക്കും കണ്ടുപഠിക്കാൻ, ഇപ്പോൾ ചൂണ്ടയാണെങ്കിൽ ചൂണ്ടയിടാനും അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയാണെങ്കിൽ ആ പച്ചക്കറി കൃഷിയുടെ ഒരു വിളവെടുപ്പ് നടത്താനും, അങ്ങനെ കുരുമുളക് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, കുട്ടികളുണ്ടാവും. നേരത്തെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ചും നമ്മുടെ കൃഷി എന്താണെന്നുള്ളതിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും അവരുമൊത്ത് ഒരു ചെറിയ ഇടവേള പങ്കിടാനുള്ള ഒരു തുരുത്തായിട്ട് ഈ ഒരു പച്ച തുരുത്ത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, ഇതെൻ്റെ ഏകദേശം 100ഓളം വർഷം പഴക്കമുള്ള തറവാട് വീടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു ജീർണാവസ്ഥയിലെത്തിയപ്പോൾ ഒരിക്കലും നമ്മുടെ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത് പൊളിച്ചു കളയും. ആ പൊളിച്ചു കളഞ്ഞിട്ട് ഈ ശല്യം തീർന്നെല്ലാം ആശ്വാസത്തോടു കൂടി അവരെ നഗരത്തിൽ പോയി ചേക്കാറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള ഒരു തുരുത്ത് സംരക്ഷിക്കണം. അത് നമ്മുടെ നൊസ്റ്റാൾജിയാണ്, നമ്മുടെ ബാല്യമാണ്, നമ്മുടെ വികാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് സംരക്ഷിക്കാൻ ഞാനിത് തയ്യാറായപ്പോൾ ഇത് 4 ബെഡ്റൂമുകളുള്ള ഒരു മുറിയായിട്ട്, കംപ്ലീറ്റ് ടൈലെല്ലാം ഇട്ട അറ്റാച്ച്ഡ് ബാത്റൂമുള്ള 4 ബെഡ്റൂമുകളുള്ള ഒരു മുറിയായിട്ട് ഞാൻ മാറ്റിയെടുത്തു. അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു. അത് ചെയ്യുന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്, ഇതുകൊണ്ട് Airbnb മുഖേന നമുക്ക് ഇതൊരു ഫാം സ്റ്റേ ആക്കി മാറ്റിക്കൊണ്ട് ഇതൊരു വരുമാന മാർഗമാക്കി വരുമാനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് മറ്റുള്ളവർക്ക് ഇത് കാണാനും കൃഷിയുമായിട്ട് പരിചയപ്പെടാനും കൃഷിയിൽ ഇടപഴകാനും കാർഷിക സംസ്കാരം അതാണ് ഏറ്റവും കൂടുതൽ. കുട്ടികളിൽ നിന്ന് കാർഷിക സംസ്കാരമൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിലേക്ക് അവരുടെ താല്പര്യം ക്ഷണിക്കാനുമുള്ള ഒരു മേഖലയായിട്ട് ഈ ഒരു ഫാം ടൂറിസം എന്ന എളിയ കാൽവെപ്പ് ഒരുപാട് നമ്മുടെ സഹായിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനത്തിനും അതോടൊപ്പം തന്നെ കാർഷിക പരിപാടികളുടെ ഇതിനുമായിട്ട് ഒരു 3-4 പ്രാവശ്യം ടൈസൺ മാഷ് നമ്മുടെ ഈ ചെറിയ
പരിപാടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ മുന്നോട്ട് പോകാമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഈ പരിപാടിയുടെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഈ പശ്ചാത്തലത്ത് എന്ന ഫാം സ്റ്റേയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം ഇവിടെ വരുന്നത് ഒരു ഓണത്തിനൊരു മുഴം പച്ചക്കറി എന്ന ഒരു കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ വന്ന് വിളവെടുപ്പ് നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കവിതാ സമാഹാരത്തിന്റെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രാവശ്യം അദ്ദേഹം ക്രിയേറ്റീവ് സ്മാബിയൻസിന്റെ പരിപാടിയിൽ വന്ന് നമ്മളോട് കൂടെ ചേരുകയും അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് എല്ലാ പിന്തുണയും നൽകുന്ന പ്രിയങ്കരനായ ടൈസൺ മാഷെ, നിങ്ങളുടെ എല്ലാം പേരിലും എൻ്റെ സ്വന്തം പേരിലും എല്ലാ ഹർഷാരവങ്ങളോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പുതിയ പഞ്ചായത്ത്, നമ്മുടെ ഊർജ്ജസ്വലയായ പുതിയ പഞ്ചായത്തിൻ്റെ സാരഥിയായിട്ടുള്ള മിനി ഷാജിയാണ്. അധികം പരിചയമില്ലെങ്കിലും നിങ്ങൾക്കെല്ലാം സുപരിചിതയാകേണ്ട ഒരു വ്യക്തിത്വമാണ്. കാരണം അവരായിരിക്കും ഇനി ഈ പഞ്ചായത്തിൻ്റെ സാരഥി തീർച്ചയായിട്ടും. അപ്പം ഞങ്ങളെ ഈ പശ്ചാത്തലത്തിലേക്ക് റോഡൊക്കെ തന്നുകൊണ്ട് പഞ്ചായത്ത് തീർച്ചയായിട്ടും സഹായിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് മിനി ഷാജിയെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ എൻ്റെ കസിൻ കൂടിയായിട്ടുള്ള ശ്രീ വി ആർ കണ്ണൻ, അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം ഈ 2-3 ദിവസം മുമ്പ് തന്നെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന വി ആർ കണ്ണനെ ഈ വേദിയിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഊർജ്ജസ്വലയായ പുതിയല്ല, അവര് 2ാമത്തെ ടേമാണ് ഈ വാർഡിൽ വരുന്നത്. എങ്കിലും നമുക്ക് പുതിയ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികാരത്തിലേറിയ മെമ്പർ എന്നുള്ളത് എനിക്ക് ഇനിയും ഇതുപോലെ നല്ല വിജയപ്രദമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രേഷ്മ വിപിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ പ്രിയ സുഹൃത്ത് KR അശോകൻ, നിങ്ങൾക്കെല്ലാം അറിയാം, ഈ നാട്ടുകാരനാണ്, ഞങ്ങളുടെ എല്ലാം സുഹൃത്താണ്, എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ KR അശോകനെ നിങ്ങളുടെ എല്ലാം പേര് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിയേറ്റീവ് സ്മാബിയൻസ് എന്ന കൂട്ടായ്മയാണ് ഈ സായാഹ്നത്തെ സജീവമാക്കുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. കാരണം എൻ്റെ ഏത് പരിപാടിക്കും അവരുടെ സജീവ സാന്നിധ്യം ഉണ്ടാകും. ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം ക്രിയേറ്റീവ് സ്മാബിയൻസ് എനിക്ക് തരുന്ന പിന്തുണയാണ്. അതിൻ്റെ പ്രസിഡന്റായ TA നവാസ് ഭായിയെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ പശ്ചാത്തലത്തിലേക്ക് ദൂര ദിക്കുകളിൽ നിന്നൊരു എൻ്റെ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരും അതുപോലെ ദൂരദേശങ്ങളിൽ നബാർഡിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു, GM ആയിട്ട് റിട്ടയർ ചെയ്ത വിശ്വനാഥൻ, അങ്ങനെ ഒരുപാട് പേര് ഈ വേദിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അസ്മാബിയൻ കൂട്ടായ്മയിലെ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഫാം സ്റ്റേയുടെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ KK കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹവും ഇവിടെ ഉണ്ട്, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ ഭാഷണത്തിനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഈ ഫാം സ്റ്റേയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഏറെ പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീ ടൈസൺ മാസ്റ്റർ, അധ്യക്ഷാവേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PR കണ്ണൻ, ഈ വാർഡിൻ്റെ മെമ്പർ രേഷ്മ, 20ാം വാർഡ് മെമ്പർ കുട്ടച്ചേട്ടൻ, അതുപോലെ നവാസ്ക, ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന വാർഡ് ജയറാമേട്ടൻ, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുൻ പഞ്ചായത്ത് മെമ്പർ സുനിൽ വാഴൂരടക്കമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ പുതിയ പ്രസിഡൻ്റല്ല. ഞാനിവിടെ 2005 പ്രസിഡൻ്റായിരുന്നു, 2010 മുതൽ വൈസ് പ്രസിഡൻ്റായിരുന്നു, 2020 മുതൽ 25 വരെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രസിഡൻ്റായി. ഒരുപാട് മുഖങ്ങൾ, പുതിയ മുഖങ്ങൾ, പഴയ മുഖങ്ങൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഏതായാലും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പച്ചപ്പ് മാറിക്കിടക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ല, നഗരങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ കാലഘട്ടത്തിൽ പച്ചപ്പിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ സർക്കാരിൻ്റെ ഇതരമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ ഭാഗത്തായിട്ട് കാർബൺ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എസ്എംപുരം പഞ്ചായത്ത് കഴിഞ്ഞ വർഷം
പച്ചത്തുരുത്ത്, ഓർമ്മത്തുരുത്ത് എന്ന രീതിയിൽ പല മേഖലയിലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സർക്കാരിൻ്റെ രീതിയിൽ മാഷ കൃത്യമായിട്ട് പറയും, ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഹരിതം തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ ഹരിതം എന്ന രീതിയിൽ ഫാം സ്റ്റേ നന്നായി ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ പരിസരം ചുറ്റും കറങ്ങി കണ്ടു. നല്ല രീതിയിലുള്ളൊരു അന്തരീക്ഷം, ആർക്കും ഒന്ന് സ്റ്റേ ചെയ്യാൻ, ഇപ്പോൾ ടൂറിസം ഒക്കെ വരുന്ന രീതിയിലേക്കുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. നല്ല രീതിയിൽ വിജയിക്കും എന്ന് തന്നെയാണ് നോക്കുന്നത്. ഇവിടെ തന്നെ താമസിക്കുന്നവർക്ക് ഇവിടെ നിന്നുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരുപാട്. അതുമാത്രമല്ല, മത്സ്യം വേണമെങ്കിൽ മത്സ്യം വളർത്തുന്ന കുളമുണ്ട് അപ്പുറത്ത്, നല്ല ശുദ്ധവായു ലഭിക്കുന്ന ഒരു സ്ഥലം ഒക്കെ കൂടെ നല്ല ഒരു അന്തരീക്ഷമാണ്. നല്ലൊരു ടൂറിസമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കണം. ഇനിയും തുടർന്ന് നല്ല നല്ല പ്രവർത്തനങ്ങളുടെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ ഈ പ്രദേശത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിനുവേണ്ടിയിട്ട് എസ്എംപുരം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവുമെന്ന് മാത്രമേ ഈ വേളയിൽ പറയുന്നുള്ളൂ. ഈ ഫാം സ്റ്റേയുടെ, വാടൂർ ഫാം സ്റ്റേയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA സ്നേഹപൂർവ്വം ക്ഷണിച്ചു.